എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥന ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാമൊക്കെ തീരുവാണല്ലോ. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാമെന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലൊരു കോൺ ഉണ്ടാക്കണം. അപ്പോൾ ക്രിസ്മസ് ട്രീ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബേസായിട്ടാണ് ഞാൻ ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ കപ്പലണ്ടി പൊതിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലൊരു കോൺ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ഒരേ ലെവലല്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി സെറ്റാക്കിയിട്ട് ഒന്ന് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം നമുക്ക് ഒരു അടിഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ശരിക്കും ഇങ്ങനെ വെച്ചാൽ ഇരിക്കുന്ന രീതിയിലൊന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ബേസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് ഇങ്ങനെ ടേബിളിൽ വെക്കാവുന്ന രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ആദ്യം ഒന്ന് ചെറിയൊരു സ്ട്രിപ്പായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, കുറച്ച് വീതിയിൽ. എന്നിട്ട് ഇതുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കുക. നമുക്ക് കുറച്ച് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കനത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് പിന്നെ സിസർ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഉണ്ടാക്കിയെടുക്കുക. കണ്ടോ? ഇനി എന്താ പറയുക വേണ്ടത്, നമ്മുടെ കയ്യിലൊരു പെന്നോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നടുവിലൊന്നിങ്ങനെ കുത്തി കൊടുക്കുക. കണ്ടോ? എന്നിട്ട് കൈ വെച്ചൊന്ന് അമർത്തും കൂടി ചെയ്യുമ്പോൾ അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഈ റൗണ്ടുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. കൈ വെച്ച് അമർത്താൻ മറക്കരുത്. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. എല്ലാ റൗണ്ടും ഒരേ വലുപ്പത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ബേസ് ഉണ്ടല്ലോ, അതിലായി ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടോ എങ്ങനെയായാലും പ്രശ്നമില്ല. ഇത് നമ്മൾ എത്രത്തോളം അടുപ്പിച്ച് ഒട്ടിക്കുന്നുണ്ടോ അത്രയ്ക്കും അതിൻ്റെ ഒരു ഭംഗി കൂടും. ഞാനിപ്പോൾ ഒരുപാട് അടുപ്പിച്ചിട്ടല്ല കേട്ടോ, കുറച്ചും ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഉണ്ട്. അതായത് ഒന്നുകൂടെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അടുപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത്തിരി ഇങ്ങനെ ഇതാക്കിയിട്ടാണ് ചെയ്യണത്. ഇതുപോലെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം എല്ലാ റൗണ്ടും കട്ട് ചെയ്ത ശേഷം നമുക്കിതുപോലെ ഒട്ടിക്കാനിരുന്നാൽ മതി. ഇതിപ്പോൾ ചെറിയ കോണായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. കുറച്ച് വലുതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ടൈം എടുക്കുന്നുള്ളൂ. എന്നാലും എളുപ്പമൊക്കെയാണ്. 2-3 കുട്ടികളൊക്കെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ വലുതും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനിയിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ചില ഭാഗത്ത് ഇങ്ങനെ ഹൈറ്റ് കൂടുതലുള്ള പോലെ തോന്നുകയാണെങ്കിൽ സിസർ വെച്ചൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കുക. അപ്പോൾ ഞാൻ ഇത് അവിടെ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ വലിപ്പം കൂടുതൽ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ വെട്ടി ശരിയാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ പെട്ടെന്നൊന്ന് സ്പ്രേ അടിച്ചു കൊടുത്തപ്പോഴേക്കും പരിപാടി തീർന്നു. അല്ലെങ്കിൽ സാധാരണ പെയിൻറ്റ് വെച്ചിട്ടായാലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നടുവിലായിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് മുത്തുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു തിളക്കം കിട്ടാനാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് വൈറ്റ് പേൾസ്, ഇതിൻ്റെ സെമി ബീഡ്സ് ഇല്ലേ, പകുതി ഭാഗം മാത്രമുള്ളത്, അങ്ങനത്തെയാണിത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെറുതെ ഒരു കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ റെഡ് കളറിൽ. അതിലാണ് ഞാൻ ഇതേപോലെ സ്റ്റാറൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചുവപ്പ് കളറുള്ള കാർഡ്ബോർഡിൻ്റെ പീസുകളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തപ്പിയെടുത്ത് അതിൽ കുറച്ച് സ്റ്റാറൊക്കെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ഗ്ലിറ്റർ ആയിട്ടുള്ള ഫോം ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ, അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ മാക്സിമം നമുക്ക് വേസ്റ്റ് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ചൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ ക്രിസ്മസ് ട്രീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതും കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകൾ. നന്നായിട്ട് തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ആഘോഷിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.